ഹായ് ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ നമ്മൾ പൂള വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ പുട്ടാണ്. അതിനായിട്ട് നമ്മൾ പൂള കണ്ട് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചോപ്പർ ഈ പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഇതാക്കുന്ന സാധനം ഉണ്ടാവില്ല, അത് വെച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞിതാക്കുന്നുണ്ട്. എന്നിട്ട് അത് അരിഞ്ഞിതാക്കിയതിന് ശേഷം അത് നന്നായിട്ട് ഓരോ ഉരുള രൂപത്തിലാക്കി ഇങ്ങനെ പീഞ്ഞെടുക്കണം. ഇല്ലേ, പീഞ്ഞെടുക്കണം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ ഇങ്ങനെ പീഞ്ഞെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എല്ലാതും പീഞ്ഞെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടില്ലേ, പീഞ്ഞെടുക്കുക. അതിൻ്റെ വെള്ളമില്ലേ, അതിന് ശേഷം ആ വെള്ളം കളയണം കേട്ടോ, ആ വെള്ളം വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സാധാ പൂള ഉണ്ടാവുമല്ലോ ആക്കുന്ന മാതിരിക്ക് അതിൽ അരിപ്പൊടി ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുക. മനസ്സിലായോ? അല്ലേ? എന്നിട്ട് നമ്മുടെ പുട്ടുമുറ്റിലേക്ക് സാധാ തേങ്ങയ്ക്കിട്ട് അതൊക്കെ ഇട്ട് മൂടി വെച്ച് അത് ഇതാക്കുക. കണ്ടില്ലേ, അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായി കിട്ടിയത്. ഇതിന് നമുക്ക് പഴം വേണമെന്നൊന്നുമില്ല കേട്ടോ, അല്ലാതെ തന്നെ സൂപ്പറാണ്. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. എല്ലാവരും താങ്ക് യു.